രാഹുൽ ഗാന്ധി ടീമും പ്രതിഷേധത്തിലാണ് ഡൽഹിയിൽ. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങുകയാണ്. നമ്മൾ ഇന്ന് രാവിലെ പത്രങ്ങളിലൊക്കെ ഉണ്ട് അഖിലേഷ് ഈ ബാരിക്കേഡ് മറികടന്ന് ചാടുന്നതൊക്കെ. അങ്ങനത്തെ വല്ലപ്പോഴൊക്കെ അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, വ്യായാമം നല്ലതാണെന്ന് പറയുന്നത്. എന്തായാലും എനിക്കിതിനകത്ത് ഉണ്ടായ ഒരു സംശയം എന്തെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഇങ്ങനൊരു ആരോപണവുമായിട്ട് വരുന്നു, ആറ്റം ബോംബെന്തോ ഓലപ്പടക്കമെന്നോ എന്തോ പറഞ്ഞോട്ടെ. പക്ഷേ ഇദ്ദേഹത്തിന് സംശയത്തിന് നിഴലിൽ നിർത്തിയിരിക്കുന്ന ആരെയാണ്? ഇലക്ഷൻ കമ്മീഷനെയാണ്. ഇലക്ഷൻ കമ്മീഷനാണ് BJPയുടെ ബി ടീം എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ഒരു മെമ്മറാണ്ടം എഴുതി, ആ മെമ്മറാണ്ടത്തിന്റെ മോഡൽ വരെ അവർ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എന്ന് എഴുതി, രാഹുൽ ഗാന്ധി എന്ന് തുടങ്ങുന്ന മെമ്മറാണ്ടം സത്യവാങ്മൂലം, അതിൽ ഒപ്പിട്ടാൽ മാത്രം മതി രാഹുൽ ഗാന്ധി. അതിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? ഐ ഹിയർ ബൈ അഫേം ദാറ്റ് മൈ എന്താണ് ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ടു മൈ ബിലീഫ് ആൻഡ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എൻ്റെ വിശ്വാസത്തിൽ അറിവിൻ്റെ പരിധിക്കും അകത്ത് നിന്ന് ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നാളെ അങ്ങനെ അല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 31 പ്രകാരം പണിഷബിൾ അണ്ടർ സെക്ഷൻ 31 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ അദ്ദേഹം ഒപ്പിടുകയില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നു ഇവർ കള്ളന്മാരാണ് എന്ന് പറയുന്നു. സാധ്യതയില്ല, പണിഷബിൾ അണ്ടർ. അതിപ്പോ ഇദ്ദേഹം നമ്മുടെ സുനിൽകുമാറിനോട് ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട് ഇതേ സാധനം. പേരൊന്നും തൊട്ട് കൊടുത്തില്ല, ഇങ്ങനെ മെമ്മറാണ്ടം തരാൻ പറഞ്ഞു. അദ്ദേഹം കൊടുക്കില്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം അത് രാഹുൽ ഗാന്ധി പറയുന്നു, ഓക്കെ എനിക്ക് വിശ്വാസമില്ല, ഇവർ കള്ളന്മാരാണ്, അവരെയാണ് ഞാൻ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരിക്കുന്നത്, പിന്നെ അവർ തന്നെയാണ് അന്വേഷണം നടത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഓക്കെ, ശരി, അങ്ങനെയാണെങ്കിൽ വേറൊരു പ്രൊവിഷനുണ്ട് ഇവിടെ. എന്താണ്? സുപ്രീം കോടതി. ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ തന്നെ ഈ ഇലക്ഷൻ കള്ളവോട്ട് നടന്നുകൊണ്ട് അതിന് സമയം കഴിഞ്ഞു, 45 ദിവസത്തിനകം അവർ ചെയ്യണമായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞു. അല്ലെങ്കിൽ അപ്പോൾ ഇനിയുള്ള വഴി എന്താണ്? കോടതിയാണ്. സുപ്രീം കോടതി വരെ നീണ്ടു കിടക്കുന്ന കോടതിയുടെ വ്യവഹാരം ഉപയോഗിച്ച് ഇദ്ദേഹത്തിന് അത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മുത്തശ്ശി അങ്ങനെയാണ് പുറത്താക്കാൻ ശ്രമിച്ചത്. 1971 തിരഞ്ഞെടുപ്പ് റിഗ്ഡ് ആയിരുന്നു എന്നുള്ള രീതിയിൽ അവർ കേസ് കൊടുക്കുകയും അലഹബാദ് കോടതി വിധി വന്ന 75-ലാണ്. 71 ഇന്ദിരാഗാന്ധിയുടെ 71 ഇലക്ഷൻ തെറ്റായിരുന്നു എന്ന് വരികയും പിന്നെന്താണ് ഇന്ദിരാഗാന്ധി പുറത്തു പോകണം എന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അതിനെ മറികടക്കാനായിട്ട്. പക്ഷെ അതേ കാര്യം ഇവിടെ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാം. ഇവിടുത്തെ കോടതി വഴി പോയി ഈ സർക്കാർ അങ്ങനെ ഇതാക്കണം എന്നുണ്ടെങ്കിൽ 2024 ഇലക്ഷൻ കറക്റ്റഡ് ആയിരുന്നു, റിഗ്ഡ് ആയിരുന്നു, അതിങ്ങനെ വോട്ടാണ്, അപ്പോൾ അതിൻ്റെ വിധി റദ്ദാക്കണം എന്നുള്ളത് കോടതിക്ക് അതിന് പറ്റും. അത് ചെയ്തിട്ടുണ്ട് കോടതി. അങ്ങനെ ആ വഴികൾ സ്വീകരിക്കാതെ ഇത്തരത്തിലുള്ള ഡോഗ് ഷോ ശ്വാനപ്രഹസനങ്ങൾ കാണിക്കുന്നത് എന്തിനാണെന്നാണ് എൻ്റെ ചോദ്യം. ഡോഗ് ഷോ കാണിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ, തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു 5 ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: എന്തുകൊണ്ട് വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ രൂപം ജനങ്ങൾക്ക് നൽകുന്നില്ല? വോട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ എന്തുകൊണ്ട് നശിപ്പിക്കുന്നു? വോട്ടർ പട്ടികയിൽ എന്തിനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാപകമായിട്ടുള്ള കൃത്രിമം കാണിക്കുന്നത്? പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് എന്നിങ്ങനെ ഒരു 5ഓളം ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഈ 5 ചോദ്യങ്ങൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റേതായിട്ടുള്ള മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് വോട്ടർ പട്ടികയിലെ ഡിജിറ്റൽ രൂപം നൽകുന്നില്ലെന്ന് കോൺഗ്രസിൻ്റെ പരാതി, അത് 2019 സുപ്രീം കോടതി തള്ളിയതാണ് എന്നുള്ളതാണ് ആദ്യത്തെ കാരണം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഈ ഒരു ആവശ്യം അംഗീകരിക്കേണ്ട യാതൊരു ബാധ്യതയും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇല്ല. എന്തുകൊണ്ടാണ് 45 ദിവസത്തിനു ശേഷം CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നതെന്നും പ്രത്യേക കേസുകൾ അത് സൂക്ഷിക്കുന്നതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ഉണ്ടായി. പരാതിയുള്ള ഏത് സ്ഥാനാർത്ഥിക്കും 45 ദിവസത്തിനകം ഹൈക്കോടതിയെ സമീപിക്കാം. ഇങ്ങനെയൊരു പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് സൂക്ഷിക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ്, ഈ 45 ദിവസം കഴിഞ്ഞാലേ ഇത് നശിപ്പിക്കുക. അതിനുള്ളിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും, പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. അല്ലാത്ത പക്ഷം 1 ലക്ഷത്തോളം പോളിംഗ് സ്റ്റേഷനുകളിലെ ദൃശ്യങ്ങൾ റിവ്യൂ ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്ക് വരും. ഈ 1 ലക്ഷത്തിലധികം പോളിംഗ് സ്റ്റേഷനുകളിലെ ദൃശ്യങ്ങൾ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം ദിവസത്തോളം എടുക്കും എന്നുള്ളതാണ്. 1 ലക്ഷം ദിവസത്തോളം എടുത്ത് ഈ ഒരു പ്രോസസ്സ് നടത്തുക എന്നുള്ളത് എത്രത്തോളം സാധ്യമല്ലാത്ത കാര്യമാണ് എന്നുള്ളത് അരി ആഹാരം കഴിക്കുന്ന ആളുകൾക്കൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇനി അവർ റൊട്ടി കഴിക്കുന്നത് കൊണ്ടാണോ അത് തലയിൽ കൂടി പോവാത്തതെന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ടായിരിക്കണമല്ലോ ഈ പറയുന്ന രീതിയിലുള്ള റോഡ് ഷോ എന്ന് പറയുന്ന വെറും പട്ടി ഷോയൊക്കെ നടത്തുന്നത്.
അപ്പോൾ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലും വോട്ടെടുപ്പിലും കൃത്രിമം കാണിക്കാനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു എന്ന വ്യാജ ആരോപണമാണ് ഇപ്പോൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അഴിച്ചുവിടുന്നതിന് കൂടെ സ്ഥലകാല ബോധം ഇല്ലാതെയാകുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. കാരണം നമുക്ക് വേണമെങ്കിൽ ട്രംപിൻ്റെ കുഞ്ഞളിയൻ എന്നൊക്കെ വേണമെങ്കിൽ രാഹുലിനെ വിശേഷിപ്പിക്കാം. കാരണം ട്രംപിന് അധികാരം കിട്ടിയപ്പോൾ കിളി പോയതാണ് എന്ന് വിചാരിക്കും. ഇവിടെ അധികാരം കിട്ടാത്തത് കൊണ്ട് കിളി പോയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 2014 മുതൽ ഈ പറയുന്നത് പോലെ ഇപ്പോൾ പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതാണ് ഒരു പൊന്നുപോലത്തെ മോൻ. ആ പൊന്നു പോലത്തെ മോനെ ഈ പറയുന്ന പോലെ പാലും തവിടും പിണ്ണാക്കും ഒക്കെ കൊടുത്ത് പോറ്റി വളർത്തി മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതല്ലാണ്ട് ആ മോൻ പറയാറുണ്ടോ? ഞാൻ പി ശ്രീകുമാർ സാറുമായിട്ട് ഒരു ചർച്ചയിലിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, അദ്ദേഹം പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അപ്പം ഇനി എന്ന് പഠിക്കാനെന്നുള്ള ചോദ്യം ഇവിടെ 55 വയസ്സായി. അതെ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ, അതായത് ഇങ്ങനെ ഈ രാഷ്ട്രീയമൊക്കെ ഇപ്പം അദ്ദേഹം ഇപ്പോഴാണ് ഇവിടെ പഠിച്ചു തുടങ്ങിയപ്പം ഈ ഒരു കാര്യമൊക്കെ ഇപ്പം പുതിയൊരാൾ കണ്ടതുപോലെയല്ലേ അദ്ദേഹം പറയുന്നത്. ഈ എല്ലാവർക്കും ഈ കേരളത്തിലെ CPM-കാരൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം ആറ്റം ബോംബ് പൊട്ടിക്കുക, ഇപ്പം BJP സർക്കാരിന് ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോഴാണ് ഇത് പൊട്ടിക്കുന്നത്. അപ്പം പണ്ട് ആറ്റം ബോംബ് ഇത് നമുക്ക് 60 വർഷമായിട്ട് അറിയാം. നമ്മൾ 60 വർഷമായിട്ട് കണ്ണൂരിൽ കാണിക്കുന്നത് അതാണ് അവസ്ഥ. അതുമല്ല, ഈ സുപ്രീം കോടതിയിൽ പോകാത്ത കാര്യം എന്താണെന്നറിയാം? സുപ്രീം കോടതിയിൽ ഈ കടലാസും കൊണ്ട് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കാം. അത് 1950 മുതൽ 47 മുതൽ ഇന്ത്യ തൊട്ടുള്ള ഈ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും കള്ള വോട്ടുകളുടെ അതിപ്രസരം കൊണ്ട് ഒരു സർക്കാർ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ, വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത് സംസ്ഥാനത്തിലായിക്കോട്ടെ കേന്ദ്രത്തിലായിക്കോട്ടെ വന്നിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി തെളിയിക്കാൻ പറ്റുമെന്ന് വെല്ലുവിളിക്കുകയാണ്. കാരണം അത് പറ്റില്ല. കാരണം കള്ള വോട്ടുകൾ ഉണ്ടാവുന്നില്ലെന്ന് ഇവിടെ ആരും പറയുന്നില്ല. പക്ഷെ അതൊരു ഒരാളെ ജയിപ്പിക്കാൻ, ഒരു വ്യക്തിയെ ജയിപ്പിക്കുക, കള്ളവോട്ടിൻ്റെ ഇതുകൊണ്ട് ജയിപ്പിക്കാൻ, അത്തരത്തിലുള്ള വോട്ട്, അത്തരം എമൗണ്ടിൽ ഇവിടെ വോട്ടുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു സത്യമുണ്ട്. അത് മനസ്സിലാക്കണം രാഹുൽ ഗാന്ധി. അത് മനസ്സിലാക്കാനുള്ള ബോധമില്ല ആ കുട്ടിക്ക്. ഇപ്പോഴും കിൻഡർ ജോയ് കൊടുത്താൽ കഴിച്ചുകൊണ്ട് നടക്കുന്ന പ്രായമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത്രയും വർഷമായിട്ട് മോദി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയല്ലേ ഷെയ്ഖ് ഹസീനയും ബംഗ്ലാദേശിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടായത്? അവിടെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു പ്രവർത്തനമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇത് അട്ടിമറിക്കപ്പെടുന്നതും ഷെയ്ഖ് ഹസീന പലായനം ചെയ്യുന്നതും ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇതിന് പിന്നിൽ, ഈ ഒരു പ്രവൃത്തിക്ക് പിന്നിൽ, ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം ഉണ്ടോ എന്ന് സംശയിച്ച് നമുക്കതിൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിയിൽ ഒരുമിച്ച് നിന്ന് പോരാടുന്നതിന് പകരം തിരിച്ച് രാജ്യത്തിനെതിരെയുള്ള വിഷയങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇനിയൊരു ദേശീയ തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കാൻ സാധിക്കാത്ത രീതിയിൽ കലാപാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ജനാധിപത്യ മാർഗത്തിലൂടെ മോദിയെയും BJP-യും ഒന്നും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിക്കും അറിയാം, ഡീപ് സ്റ്റേറ്റ്സിനും കൃത്യമായിട്ടറിയാം. അപ്പോൾ ഡീപ് സ്റ്റേറ്റ്സിന് സ്വാഭാവികമായിട്ടും ചിലരെ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. അതിനുവേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ, അവരുടെ ചട്ടുകമായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ സംശയം ഉയരുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള ഒരു വിമർശനത്തിനും തെളിവില്ല, ഈ രേഖ പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഈ രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള എല്ലാ വാദങ്ങളെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 51 ലക്ഷത്തോളം ബംഗ്ലാദേശി മുസ്ലിമുകളെ ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടത്തി വിടാനായിട്ട് രാഹുൽ ഗാന്ധിയും ലാലു പ്രസാദ് യാദവും ശ്രമിച്ചിരുന്നു. ഈ ശ്രമങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങ് പൊളിച്ച് കയ്യിൽ കൊടുത്തു. അതോടുകൂടിയാണ് ഈ നെഞ്ചുവേദന തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ ശ്രമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊളിച്ച് കൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 51 ലക്ഷത്തോളം ബംഗ്ലാദേശികളാണ്. അങ്ങനെ അല്ല, അത് അങ്ങനെ ഒരു പ്രയോഗമായിട്ട് പറഞ്ഞതാണ്. അല്ലാതെ കേട്ടോ, അല്ലാതെ അല്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉയർത്തിയതിന് സുപ്രീം കോടതിയെ രാഹുൽ ഗാന്ധിയോട് വിശദീകരണമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ വിശദീകരണത്തിന് രാഹുൽ ഗാന്ധി സ്വാഭാവികമായും മറുപടി കൊടുക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. നാഷണൽ ഹെറാൾഡ് കേസുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുമായി ബന്ധപ്പെട്ടുള്ള കോടികളുടെ അഴിമതിയുടെ കേസ്
കേസുണ്ട്, ഇത് ഭൂമി തട്ടിപ്പുണ്ട്, ഇതെല്ലാം ഗാന്ധി കുടുംബത്തെ പ്രശ്നത്തിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വിധികൾ പുറത്തു വരുന്നതിന് മുമ്പ് ഏതാണ്ട് നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കാനായിട്ടുള്ള ഒരു കലാപാഹ്വാനം ആണ് രാഹുലും പ്രിയങ്കയും ഇപ്പോൾ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയും സംശയിക്കാം എന്നുള്ളതാണ്. 2, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വീണ്ടും അസീം മുനീർ ഇന്ത്യക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ട്രംപ് ആണെങ്കിൽ ഇന്ത്യക്ക് മേൽ 50% താരിഫ് അടിച്ച് US ഇന്ത്യ ബന്ധം തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ആർക്കൊപ്പം നിൽക്കണം? നമുക്ക് എത്ര എന്താ പറയുക, ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് പറയാനുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ഇതിന് പകരം ഇവർ ഈ ഒരു രാജ്യത്ത് നേരെ തിരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു എന്ന് പറയുന്നത് സംശയാസ്പദമാണ്. ട്രംപ് ജയിച്ചപ്പോൾ ഇന്ത്യ സന്തോഷിച്ചോ എന്ന് ചോദിച്ചാൽ സന്തോഷിച്ചു. സ്വാഭാവികമായ ഒരു സുഹൃത്ത് രാജ്യമാണ്. ട്രംപുമായിട്ട് മോദിക്ക് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗുണകരമാകും എന്നുള്ളതാണ് കരുതിയത്. കാരണം ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഡീപ് സ്റ്റേറ്റിനെതിരായിട്ടുള്ള ശക്തിയായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായിട്ടുള്ള ട്രംപിന് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇവിടെ ട്രംപ് നേരെ മലക്കം പറഞ്ഞു. ട്രംപിൻ്റെ കാര്യം വന്നപ്പോൾ ട്രംപ് സൗഹൃദമൊക്കെ മറന്നു. അപ്പം നമ്മൾ അതനുസരിച്ചുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഇപ്പോൾ ഈ ട്രംപ് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഡീപ് സ്റ്റേറ്റിൻ്റെ ശക്തിയായിട്ടാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അതായത് ട്രംപിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അധികാര ശക്തികളൊക്കെ അമേരിക്കൻ ആയുധ ശക്തിയും ഡോളർ മേൽക്കോയ്മയൊക്കെ ഉപയോഗിച്ച് മറ്റ് ദുർബല രാജ്യങ്ങളിൽ അവരുടെ അധികാരവും താല്പര്യവും ഒക്കെ എന്താ പറയുക ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു പരിധിവരെ പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്. ആ വരുതിക്ക് വന്ന പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇനിയും ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ പാകിസ്ഥാനിൽ ട്രംപിൻ്റെ ഏതാണ്ട് ബിസിനസ് താല്പര്യമൊക്കെ സെറ്റാണ്. മറുവശത്ത് യഥാർത്ഥ ഡീപ് സ്റ്റേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ NGOയുടെ പിതാവായിട്ടുള്ള അമേരിക്കൻ കോടീശ്വരൻ ജോർജ് സോറോസ് പലപ്പോഴും നമ്മൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഈ ജോർജ് സോറോസിൻ്റെയും കൂടി ഒരു തീരുമാനമാണ് മോദിയെ അട്ടിമറിക്കുക എന്നുള്ളത്. അവർക്ക് സ്വാധീനമുള്ള ഒരു ഭരണാധികാരി ഇവിടെ വരിക എന്നുള്ളത്. ഈ പറയുന്ന ബംഗ്ലാദേശിൽ യൂനസിനെ കൊണ്ടുവന്ന് നിർത്തിയതുപോലെ. അപ്പോൾ അതിനുള്ള ഒരു ശ്രമം ഇതിനിടയിലൂടെ ഇവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള സംശയങ്ങളുമൊക്കെ ഉണ്ട്. US നിന്നും ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങളൊക്കെ ശക്തമായിരിക്കുന്ന സമയത്താണ് ഇവിടെ നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിക്കൊണ്ട് വരുന്നത്. 2 മാസത്തിനകം 2ാം തവണയും ഇന്ത്യ ഏറ്റവും അധികം എന്താ പറയുക വെറുക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മാറ്റി നിർത്തുന്ന അസീം മുനീറിനെ വിളിച്ച് ഒരു ഔദ്യോഗിക ചടങ്ങിൽ തന്നെ നിർത്തുകയും അവിടെ നിന്നുകൊണ്ട് ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അസീം മുനീറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇതെല്ലാം ആകെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ ബംഗ്ലാദേശിലുണ്ടായ മോഡലിലുള്ള കലാപാഹ്വാനങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ടാകാം. ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് കേന്ദ്രം. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള നിരീക്ഷണം ശക്തമാകുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കേന്ദ്രം പോകാനുള്ള സാധ്യതകളുണ്ട്. ജാഗ്രതയിൽ തന്നെ ഇരിക്കേണ്ട സമയമാണ്. നമ്മൾ പറയില്ലേ, ചാണക്യൻ്റെ ഒരു ഇത് പറയില്ലേ, അതായത് രാജാവ് സത്യസന്ധനായിരിക്കുമ്പോഴാണ് പ്രതിപക്ഷങ്ങളെല്ലാം ഒത്തൊരുമിക്കുന്നത്. കള്ളനും കൊലപാതകിയും എല്ലാം രാജാവിനെതിരെ ഒരുമിക്കുന്നുണ്ടെങ്കിൽ രാജാവിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അദ്ദേഹത്തിനെ അസിംഹാസനം തെറിപ്പിക്കാൻ വേണ്ടി കള്ളനും കൊലപാതകികളും നായാടിയും എല്ലാം ഒരുമിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർത്തോളൂ, ആ രാജാവ് സത്യസന്ധനാണ്, നീതിമാനാണ്. ചാണക്യനീതി.